AICCയുടെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഉടൻ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. തൽക്കാലം MLA ആയി തുടരട്ടെ എന്നും AICC അഭിപ്രായപ്പെടുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് മാസങ്ങളാകുന്നതേ ഉള്ളൂ. MLA സ്ഥാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നീട് അത് ഒന്ന് തിരികെ ആലോചിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാറുക എന്നുള്ളതാണ്. അത്തരം നിർദ്ദേശം AICC നൽകി കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 9-ലധികം പരാതികൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ വിശദമായിട്ടുള്ളൊരു പരിശോധനയ്ക്കും ഒപ്പം നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നീക്കാനുമാണ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയത് എന്ന് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഒപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജി ആവശ്യപ്പെടാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. MLA ആയി തൽക്കാലം തുടരും. കാരണം വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ സമീപകാലത്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അവിടെ വലിയ രീതിയിലുള്ള മത്സരം നടക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവിടെ ഇപ്പോഴും രാജിവെച്ച് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഗുണകരമാകില്ല എന്ന തിരിച്ചറിവിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന സംഘടനാ പദവി രാജി ആവശ്യപ്പെടാൻ സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 9-ലധികം വിവിധ പരാതികൾ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ നേതാക്കളുടെ ഭാഗത്തുനിന്നും, പാർട്ടിയിലെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നും പരാതികൾ രാഹുലിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തേക്ക്, ഹൈക്കമാൻഡിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുലിനെതിരെയുള്ള ഇത്തരത്തിലൊരു നടപടി ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെയും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ, പേര് വെളിപ്പെടുത്താതെയും അല്ലാതെയും രാഹുലിനെതിരെയുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ രാഹുലിന്റെ പേരുന്നയിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള പരാതി ദേശീയ നേതൃത്വത്തിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് സംസ്ഥാന നേതൃത്വം തന്നെയാണ്. സംസ്ഥാന നേതൃത്വത്തിനോട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിനോദ്, അതെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ പുറത്തേക്ക് പോകുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി AICC ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇനി സംസ്ഥാന നേതൃത്വം സാങ്കേതികമായി അംഗീകരിച്ചാൽ മാത്രം മതിയാകും.